നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഭാഗ്യകരമായ പ്രത്യാശ, നമ്മുടെ പ്രത്യാശ, ഈ നമ്മുടെ പ്രത്യാശ പോലെ പ്രത്യാശയുള്ള ഒരു ഇനം ഈ ലോകത്തിലില്ല. ആരോട് പറയാൻ? നമ്മുടെ പ്രത്യാശയെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. എങ്ങനെ? വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ. നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് ആത്മസ്നാനം പ്രാപിച്ചവർ. ആ പദം പറയുന്നത് വിവാദമായെന്നാലും മനസ്സിലാകാൻ അഭിഷേകം പ്രാപിച്ചവർ. അഭിഷേകം എന്നുള്ള പദം പറഞ്ഞാൽ കയറി കൊത്തും, അതെനിക്കറിയാം, എന്നാലും മനസ്സിലാകാനാ അഭിഷേകം പ്രാപിച്ചവർ. തിരുമേശ എടുക്കുന്നവർ, വേർപാട് പാലിച്ച ദൈവമക്കൾ പാലിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ കാര്യമാണ് നാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മെ പോലെ പ്രത്യാശ വേറെ ആർക്കുമില്ല. സ്തോത്രം. നമ്മുടെ പ്രത്യാശയ്ക്ക് തീത്തോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പദമാണ് ഭാഗ്യകരമായ പ്രത്യാശ. 1-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് നിത്യജീവന്റെ പ്രത്യാശ എന്നാ. അങ്ങനല്ലയോ 1-ന്റെ 2-ാം വാക്യം വായിച്ചേ. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സകല കൽപ്പന പ്രകാരം തന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. അപ്പൊ നിത്യജീവന്റെ പ്രത്യാശ. അപ്പോൾ ഇവിടെ ഭാഗ്യകരമായ പ്രത്യാശ അല്ലെങ്കിൽ നിത്യജീവന്റെ പ്രത്യാശ. എന്തുവാ ഈ ഭാഗ്യകരമായ പ്രത്യാശ? ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ, ആ ഭാഗ്യകരമായ പ്രത്യാശ മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ആ 12-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചേ 12-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. രണ്ടുപേരുടെ ചേർന്നങ്ങ് വായിക്കേ. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, എന്താ നമ്മുടെ പ്രത്യാശ? ഭാഗ്യകരമായ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ഞാനും നിങ്ങളും ഈ ദുഷ്ടലോകത്തിൽ പാപലോകത്തിൽ കാത്തിരിക്കുന്നത്, ഇനി കാത്തിരിക്കുന്ന ഒറ്റ വിഷയമാണ്, പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. യേശുക്രിസ്തു ഒരിക്കൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. കന്യകാസൂനുമായി ഈ ഭൂമിയിൽ അവിടുന്ന് തിരുവെടുത്ത് മുന്നമേ കുറിച്ചു വെച്ചതുപോലെ അവതരിച്ചു. എന്തിന്? സകല മനുഷ്യരെയും അവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. അതുകൊണ്ടാണല്ലോ ഗബ്രിയേൽ മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത്, അവന് യേശുവെന്ന് പേരിടണം എന്ന് പറയാം. അവൻ രക്ഷിതാവാ. അവൻ മാനവജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വരിക കർമ്മമാർഗം കൊണ്ടല്ല, പുണ്യപ്രവർത്തി കൊണ്ടല്ല. ഒരു സാധനം എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും വേണ്ട, ഉരുളുകയും വേണ്ട, നടക്കുകയും വേണ്ട, മുട്ടയിൽ വെടയണ്ട, ചെരുപ്പിട്ടോണ്ടും ചെരുപ്പിട്ട, അതൊക്കെ ചെരുപ്പിട്ട് ഇടുകയോ ഇടാതിരിക്കുക അവനോ ഇഷ്ടം. അതുകൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. സ്തോത്രം. വെള്ള വസ്ത്രം മാത്രം ധരിച്ചാലൊന്നും രക്ഷിക്കപ്പെടുകയല്ല. വെള്ള മാത്രം, ചുമന്നത് മാത്രം ഉടുത്താലൊന്നും രക്ഷപ്പെടുകയല്ല. കറുപ്പ് മാത്രം ഉടുത്തത് കൊണ്ട് കാര്യമായില്ല, മഞ്ഞ മാത്രം ഉടുത്തത് കൊണ്ടും കാര്യമല്ല. ഉടുക്കണമെന്നേ ഉള്ളൂ, ഏത് വേണേലും ഉടുക്കാം. പക്ഷെ നീ അങ്ങ് പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുക്കുക. അല്ല, അവ എഴുന്നേറ്റ് ബഹളവും വെപ്രാളവും ഉണ്ടാക്കണ്ട. ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്തിരുന്ന് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഈ രാത്രി ചില ജീവിതങ്ങളുടെ രക്ഷയുടെ രാത്രിയാകട്ടെ. അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുക്ക്. ഇന്ന് രാത്രി യേശു ക്രിസ്തു തന്നെ രക്ഷിക്കും. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് മാത്രമാണ് രക്ഷിപ്പാൻ കഴിവുള്ളവൻ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. സ്തോത്രം. ആരെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയാം, അവന് ദൈവത്തെ ആരാധിക്കണം.
മനുഷ്യനെ ആരാധിക്കരുത്, മൃഗങ്ങളെ ആരാധിക്കരുത്, ഇഴജാതി, പറവജാതി, പക്ഷി, മൃഗാദികളെ ഒന്നും ആരാധിക്കരുത്, സൂര്യനെ ചന്ദ്രനെ ഒന്നും ആരാധിക്കരുത്, ഭൂചരകേജ വസ്തുക്കളെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാണ്. അനന്ത യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യ ആകാൻ കാരണം ഒന്ന്, അവിടുന്ന് മാത്രമാണ് വീണ്ടെടുപ്പാൻ കഴിവുള്ളവൻ. വീണ്ടെടുക്കാൻ കഴിവുള്ളവനെ വേണം പ്രിയപ്പെട്ടവർ ആരാധിക്കുവാൻ. മാത്രമല്ല അവിടുന്ന് മരിച്ച് ഉയർത്ത ദൈവമാണ്, അതുകൊണ്ട് അവിടുത്തെ ആരാധിക്കണം. മാത്രമല്ല വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവിടുന്ന് ജയം പ്രാപിച്ചവനാ. ഇന്ന് രാത്രി ആരാധനിക്കാൻ യോഗ്യനായ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടല്ലയോ ആ പൊന്നും മൂരും കുന്തിരിക്കും കൊണ്ടുവന്ന് അവിടുത്തെ തൃപ്പാദത്തിൽ കാഴ്ചവെച്ച് അമ്മയും മോനും കിടക്കുന്നെങ്കിൽ വണങ്ങി അവനെ നമസ്കരിച്ചു ആരാധിച്ചതാണല്ലോ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു. ഒന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കം കാഴ്ചവെച്ചു. ഒന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കം കാഴ്ചവെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നിരന്നു തന്നർ സന്നമിച്ചു ഘോഷിച്ചു നീതാ നിശങ്കമായി സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. അതിടയർ കൂട്ടമായി വന്ന നേരം ഈ ചുശീലയിൽ കിടന്ന യേശുദേവ. അതിടയർ കൂട്ടമായി വന്ന നേരം ഈ ചുശീലയിൽ കിടന്ന യേശുദേവ. പട്ടിലുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ ക്ലിഷ്ടമാക്കിടപ്പ് കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിനായി കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ യേശു ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷത ആമ കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ചു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ചെറിയ സൂചന പൗലോസ് അവിടെ തരുന്നുണ്ട്. എബ്രായ ലേഖനം അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. 10:26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാതെ വന്ന 9-ാം അധ്യായത്തിന്റെ 26 വായിച്ചേ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത മുഴു ലോകത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അത് വരുത്തി അവിടുന്ന് തിരുവെടുത്ത് കൊരിന്ത്യലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു. ഇത് അമ്മമ്മ കഥയും കെട്ടുകഥയും ഊകാപോകതോ ഉമ്മാക്കി കഥയൊന്നുമല്ല, ഇത് നടന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടെ നീ ഭൂമിയിൽ ജനിച്ചത്. ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞു എനിക്ക് വന്ന് കൃത്യം സ്ഥലം പറഞ്ഞ് കൃത്യം സ്ഥലത്താ നമ്മൾ എനിക്ക് വന്ന് പറഞ്ഞെടുത്തൊന്നും സ്തോത്രം. ആശുപത്രി എനിക്ക് വന്ന ഓർത്തത്, പക്ഷെ വേറെ ആശുപത്രിയിലാ പോയി ജനിച്ചത്. അത് ജനിക്കേണ്ട സമയത്തുമല്ല,
ചെല്ലുപടത്തിലെ കുഞ്ഞ് പിന്നെ 7-ാം മാസം. ഞാൻ നിങ്ങളും എല്ലാം കണക്ക് തെറ്റിയായി ജനിച്ചത്. കൃത്യത്തിന് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. നമ്മളെല്ലാം കണക്ക് തെറ്റി ജനിച്ചത് കൊണ്ടാണ് നമ്മുടെ ഇരിപ്പും നോട്ടവും കാണും പറയും അതെല്ലാം പിശകി ജനിച്ചതാണ്. പിന്നെ ആ മുഖവും ഇരിപ്പും പരുവക്കേടും കാണും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എല്ലാം കണക്ക് തെറ്റി ജനിച്ചതാണ്. ആദ്യം എന്നെ നോക്ക്. കൃത്യത്തിന് വല്ലതും ജനിക്കായിരുന്നു ഇങ്ങനെ നിൽക്കുവോ? സ്തോത്രം. ഞാൻ നിങ്ങളുമെല്ലാം കണക്ക് തെറ്റി പറന്നവരാ. എന്ന കൃത്യത്തിന് പറന്ന ഒരുവനേ ഉള്ളൂ, ക്രിസ്തു. സ്തോത്രം. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി വന്താനേ. അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി വന്താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ഇത് തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ ആ ക്രിസ്തു ജനിച്ചത്. ഇന്ന സ്ഥലത്ത് ജനിക്കു പറഞ്ഞു, സൂക്ഷം അവിടെ ജനിച്ചു. കന്നിപ്രസംഗം ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞു, സൂക്ഷം അവിടെ കന്നിപ്രസംഗം. ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. യെശയ്യാ 9 സൂക്ഷം കന്നിപ്രസംഗം അവിടെ. അല്ല ഏറ്റേച്ച് വേറെ സ്ഥലത്ത് പോയി പ്രസംഗിക്കല്ലായിരുന്നു. സൂക്ഷം അങ്ങനെ സംഭവിക്കാനായിരുന്നു. സ്തോത്രം. എന്ന കർത്താവ് അങ്ങനല്ല. അവിടുത്തെ ആദ്യത്തെ കന്നിപ്രസംഗം ഇന്ന സ്ഥലത്താണ്, സൂക്ഷം അവിടെ വന്ന് പ്രസംഗിച്ചു. ആദ്യത്തെ അത്ഭുതം ഇന്നടത്ത് നടത്തുമെന്ന് മുന്നേ അറിയിച്ചതാ, സൂക്ഷം കാനാവിൽ. അത് ഉൽപ്പത്തി 49:20 പ്രവചനം നിറവേറിയത് ആശേറിനോടുള്ള ബന്ധത്തിൽ. സൂക്ഷം അവിടെ തന്നെ. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എല്ലാം തിരുവെടുത്ത് പറഞ്ഞതുപോലെ. ദൂതൻ വന്ന് പറഞ്ഞു ഒരു കാര്യം, യോസേപ്പേ കൊച്ചിനെ എടുത്തോണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. എങ്ങോട്ട്? സ്തോത്രം. ഓടിക്കോ, ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. ഹരോദാവ് കൊച്ചുങ്ങളെ കൊല്ലാൻ. സ്തോത്രം. മിസ്രയീമിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി. അത് കൃത്യം അതുപോലെ നിറവേറി. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രശ്നം. അന്നാലും നസറേത്തിൽ പോയി താമസിച്ചു. അവൻ നസറായനെന്ന് അറിയപ്പെടാൻ. എല്ലാം തിരുവെടുത്ത് പറഞ്ഞതുപോലെ. അറിയാമല്ലോ, നിങ്ങളോട് ആ ഭാഗമൊന്നും പറയണ്ട. എല്ലാം തിരുവെടുത്ത്, ഊഹാഭോഗം കെട്ടുകഥയൊന്നുമല്ല. അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ തിരുപ്പറവി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ യാത്ര, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവിതം, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ശുശ്രൂഷ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങൾ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കം, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർപ്പ്. ഇന്നും തിരുവെടുത്ത് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. അങ്ങനെങ്കിൽ തിരുവെടുത്ത് പറയുന്നത് പോലെ അവിടുന്ന് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. അതാ നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് പൗലോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ. ഈ പ്രത്യാശ ഇതര വ്യക്തികൾക്കില്ല. ഇത് വേർപെട്ട ദൈവമക്കൾക്കാ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷത രണ്ടാം വരവിന്റെ 1-ാം ഭാഗമാണ് നമ്മുടെ പ്രതീക്ഷ. രണ്ടാമത്തെ വരവിന്റെ അതിന് മേഘപ്രത്യക്ഷത എന്നുള്ള പ്രയോഗമൊക്കെ സാധാരണ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. അതാണ് നമ്മുടെ പ്രതീക്ഷ. യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോവുക. അതെന്തിന്? തിരുസഭയെ ചേർക്കാൻ. ദൈവത്തിന് മകൻ. അതാണ് നമ്മുടെ പ്രത്യാശ. അത് മുമ്പോട്ട് ഓടിച്ചു പോകാം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത്? എപ്പോൾ പ്രത്യക്ഷപ്പെടും? കൃത്യമായ സമയമൊന്നും പറഞ്ഞിട്ടില്ല.
മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലാണെങ്കിലും മത്തായി 24 മർക്കോസും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ആമേൻ അതിന് ടൈം ഒന്നും പറഞ്ഞിട്ടില്ല. നിനയാത്ത നാഴികയിലാ വരുന്നത്. പക്ഷെ കർത്താവ് തന്നെ ഒലിവ് മലയിൽ ശിഷ്യന്മാരുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ശിഷ്യവൃന്ദങ്ങൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് നിന്റെ വരവിൽ ലോകാവസാനത്തിനും അടയാളം. അപ്പൊ കർത്താവ് മഹത്വ പ്രത്യക്ഷതയോട് ബന്ധത്തിലാണെങ്കിലും പറഞ്ഞ ഒരു കാര്യം ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, നോഹയുടെ കാലം പോലാണ്. ആ നോഹയുടെ കാലത്തെ ഒരു പ്രത്യേകത എല്ലാവരും ബോധിച്ച പോലെ നടക്കുക. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ അങ്ങനല്ലയോ? ഒന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം, നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തു. അപ്പൊ ഈ ഭാര്യമാരായിട്ട് തെരഞ്ഞെടുക്കുക, കുടുംബജീവിതം നയിക്കുക, അത് ദൈവകൃപ കണ്ട് തെരഞ്ഞെടുത്തെന്നല്ല, പിന്നെയോ ബോധിച്ച പോലെ സൗന്ദര്യം കണ്ട് തെരഞ്ഞെടുത്തുന്ന. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പെല്ലാം അങ്ങനെ കാശും സൗന്ദര്യവും ഒക്കെ കണ്ട വിദ്യാഭ്യാസം, അത് തെറ്റാന്നല്ല, സൗന്ദര്യം നല്ലതാ, വിദ്യാഭ്യാസം നല്ലതാ, പൈസയൊക്കെ അത്യാവശ്യം. പക്ഷേ എല്ലാറ്റിലും ഉപരി ദൈവകൃപയാ വിഷയം. ദൈവകൃപയാ വിഷയം. നിങ്ങൾ വചനത്തിലൊക്കെ തിട്ടമുള്ളവർ, അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കണ്ടെങ്കിലും ആ ഭാഗം നിങ്ങൾക്കറിയാം. യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം ഉണ്ടായെന്ന എന്ന് പറഞ്ഞ് യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാവിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. ഇത് ദൈവകൃപ നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചതാ. ആ 18-ാം അധ്യായത്തിന്റെ 1-2 വായിച്ച്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-2. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. അവൻ ആഹാബിനോട് സംബന്ധം കൂടിയെന്ന എന്ന് പറഞ്ഞാൽ, ഇത് വചനം ധ്യാനിക്കുന്നവർക്ക് ഈ ഭാഗം കുറച്ചുകൂടെ ഉദാഹരണവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലെന്ന് വരും. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബുമായിട്ട് സംബന്ധം കൂടി എന്ന് പറഞ്ഞ യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഹാബിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. ഇത് ദൈവകൃപ നോക്കി വിവാഹം ബന്ധത്തിൽ ഏർപ്പെട്ടതല്ല, കാശാ വിഷയം. കാശും പൊസിഷനും. കാരണം രണ്ടും റോയൽ ഫാമിലി. ഒന്ന് ആഹാബിന്റെ കുടുംബം, ഇപ്പൊ യഹോശാഫാത്തിന്റെ കുടുംബം. ഫാമിലി നല്ലതാ, നമ്മൾ പറയുന്നത് നല്ല സെറ്റപ്പാണ്. നല്ല സെറ്റപ്പാണ് ഫാമിലി സെറ്റപ്പ്. പിന്നെ രണ്ടും അറിയാമല്ലോ, രണ്ട് പ്രഗത്ഭരായ 2 പേരുടെ മക്കള്. ഈ കല്യാണം ദൈവഹിതമല്ല, ഇത് കാശും പുത്തനെ നോക്കി കെട്ടിച്ചതാ. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചു പറഞ്ഞ, പണ്ടൊക്കെ പെന്തിക്കോസുകാരാന്നല്ല നമ്മള്, പെന്തിക്കോസുകാർ കല്യാണം ആലോചിക്കുമ്പോൾ ഒത്തിരി കാര്യം ചോദിക്കും. രക്ഷിക്കപ്പെട്ടതാണോ? അയ്യോ പിന്നെ. ഉറപ്പിക്കത്തില്ല. സ്നാനപ്പെട്ടതാണോ? അയ്യോ പിന്നെ. കല്ലടയാറ്റില്ല അവനെ മുക്കിയത്. അപ്പൊ അതിനകത്ത് പാലത്തെ വരെ ആൾക്കാർ ഞാൻ കിടക്കുകയായിരുന്നു അവന്റെ. എന്നാലും ഉറപ്പിക്കത്തില്ല. അവൻ അഭിഷേകം പ്രാപിച്ചാന്നോ? അതോ എല്ലാവരും ആത്മാവിലാകുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണോ? അവൻ അഭിഷേകം പ്രാപിച്ചാ? അയ്യോ അവൻ്റെ അടുത്ത് പോലും ഇരിക്കാൻ മേല അത്രയ്ക്ക്. പിന്നെ പണ്ടൊക്കെ അങ്ങനെ. അടുത്ത ചോദ്യം, അവൻ സഭായത്തിന് വരുമോ? കാരണം പ്രാപിച്ചാലും ഇങ്ങോട്ട് വരികയല്ല, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക, പ്രാപിച്ച് അവിടെ തന്നെ ഇരുന്ന് കുലുങ്ങുക. ഇപ്പം ഈ കോവിഡ് വന്നതിൻ്റെ ചില നിയമങ്ങൾ ഗവൺമെൻറ് ചെയ്തു, അത് നല്ലത്. പക്ഷെ ഇപ്പം അതൊരു നല്ല താരിപ്പാക്കി പലരും കണ്ടിരിക്കുക. ഹോളിലോട്ട് വരാൻ മേല, ഒറ്റ കല്യാണം വിടുകയില്ല, പക്ഷേ സഭാകോളിൽ കയറുകയില്ല. ഞാൻ പലരെ ശ്രദ്ധിക്കും, സഭായത്തിന് വരാത്ത തള്ള എവിടെ നിന്ന് ഐസ്ക്രീം തിന്നുന്നു. അവർക്ക് വയ്യ, ഡെസ്കെ പിടിച്ചോണ്ടാവരണം. ഞാൻ തമാശ പറഞ്ഞാൽ എൻ്റെ കണ്ണിന് കണ്ടതാ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, സഭായത്തിനൊന്നും ഇപ്പോൾ വയ്യ, കോവിഡ് അല്ലയോ? തമാശയായിട്ട് ചിരിക്കാൻ പറഞ്ഞതല്ല, കണ്ണിന് കണ്ട കാര്യമാണ്. പള്ളി മാത്രം വരാൻ, അതിന് പള്ളി കോവിഡ്, കല്യാണത്തിനോ ഒരു കോവിഡും. നിന്നെ ദൈവം കീറും. ഇനി എന്നാ കീറാനാ? പിന്നെ വേറൊരു മറുവശമുണ്ട്. ഈ മിക്ക പള്ളിയിൽ ഇപ്പൊ ചെല്ലുന്നതും അസ്വസ്ഥത, അതിനകത്ത് മുഴുവൻ ബഹളവും വഴക്കും പിടുത്തവുക. പിന്നെ ആൾക്കാരൊക്കെ വെറുതെ അവിടെ പോയി തല്ലുകൊള്ളുന്നതല്ലേ നല്ലത്? കുടുംബത്തിരുന്നാ തല്ലുകൊള്ളുകയല്ലോ. അല്ല, മറുവശവും. എന്നാൽ ഒരു കാര്യം, ആരാധനയും പ്രാർത്ഥനയും വചന ശുശ്രൂഷയും കൂട്ടായ്മയുള്ളിടത്ത് മുടക്കരുത്, ചെന്ന് സംബന്ധിച്ചോണം. പ്രൈസ് ദ ലോർഡ്. അത് മുടക്കരുത്. അപ്പൊ ഇവിടെ ആ ഭാഗം ഈ യഹോശാഫാത്തുമായിട്ട് സംബന്ധം. അപ്പൊ ഈ കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെ അവൻ അഭിഷേകം പ്രാപിച്ചായിരുന്നു. പിന്നെ സഭായത്തിന് വരുമോ? അയ്യോ, അവൻ ആ സഭാകോള് തുറക്കുകയും പൂട്ടുകയും ചെയ്തു. രണ്ടാമത് പറഞ്ഞവർ മിക്കടത്തും ഉണ്ടേതാ.
അവർ പൂട്ടിയേച്ച് പോയി. മറ്റേ ഗ്രൂപ്പുകാർ പുതിയതാഴ് അത് തല്ലി പറിച്ചേച്ച് പുതിയതായിട്ട് അവന് സംഭവം പിന്നെ വന്ന പെടാതെ പുതിയതാ ഒന്ന് ഇവൻ ഇത് അടിച്ചു പറിച്ച് അവസാനം ദൂതന്മാർ വരേണ്ട സ്ഥലത്ത് പോലീസ് എല്ലാം കൂടെ വന്ന് നിങ്ങൾ 8 മുതൽ 10 വരെ കയറിയാട്ടെ. അവിടെ പോലീസ് തോക്കുമായിട്ട് അവിടെ നിൽക്കുക. വലിയ കാര്യമുള്ള കാര്യം. എന്റെ പാസ്റ്റർ പറ, കർത്താവേ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ആരാ? കുനിഞ്ഞു നോക്കുന്ന പോലീസ് ആടാ. നീ അവിടെ നിന്ന് വല്ല വിക്രിയ കാണിക്കുന്നുണ്ടെന്ന് അവന്മാരവിടെ കുനിഞ്ഞു നോക്കുന്നു. അത് നിങ്ങൾക്ക് ഇടയ്ക്ക് നാരങ്ങാ വെള്ളം കൊണ്ട് കൊടുക്കണം. വരുന്ന മെനക്കേടെന്തല്ലാന്ന് ഓർത്തോണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പണ്ടൊക്കെ ഇത് ചോദിക്കും, അവനെ സഹായത്തിന് വരുമോ? അന്നേരം പറഞ്ഞു, അയ്യോ അവൻ സഹായത്തിന് അവൻ ആ ഹോള് വന്ന് തുറക്കുകയും അത് കഴിഞ്ഞെല്ലാം ക്രമീകരിച്ച് പൂട്ടുകയൊക്കെ ചെയ്തു. ഉടനെ ചോദിക്കും, ആട്ടെ അവൻ കർത്തൃമേശ എടുക്കുമോ, തിരുമേശ? പണ്ടൊക്കെ അത് ചോദിക്കും. ഞാൻ പെന്തിക്കോസുകാരോടൊരു കാര്യം പറയാം, വിശേഷിച്ച് ശുശ്രൂഷകന്മാരോടും എന്നെ കേൾക്കുന്നവരോട്. ദൈവസഭയ്ക്കകത്ത് തിരുമേശ എടുക്കാൻ പ്രാഗപ്പില്ല ഇല്ലാത്തവൻ ഒരു അഭിപ്രായവും പറയരുത്. എല്ലാ ആഴ്ചയിലും തിരുമേശ നടത്തുന്നതാ ശരിയായ ആരാധന. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ക്ലാസ്സിന് ഇരുന്നിട്ടില്ലെങ്കിലും വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലും IPCയുടെ അഭിമാനമായിരുന്നല്ലോ മൺമറഞ്ഞ TG ഉമ്മച്ചനപ്പച്ചൻ അവർകൾ. അദ്ദേഹത്തിന്റെ അടിസ്ഥാന വേദോപദേശമൊക്കെ കേട്ടിട്ടുള്ളവരായി ഇവിടെ ഇരിക്കുന്ന പലരും സണ്ണിച്ചാനൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാ. തിരുമേശയില്ലാത്ത ആരാധനയല്ല. സ്തോത്രം. ഇത് മാസത്തിൽ 1, 2 മാസം കൂടുമ്പം എന്നെ ചന്ദ്രൻ ഒതുക്കിയാന്നു. അപ്പൊ ഇത് എല്ലാ ആഴ്ചയിലും നടത്തണം കുറഞ്ഞ പക്ഷം. അങ്ങനെ ഇത് നടത്തുമ്പോൾ അതിൽ പ്രാഗൽഭ്യത്തോടെ എടുക്കാൻ ഒക്കാത്തവരുണ്ടല്ലോ, അതിന് അഭിപ്രായം ഒന്നും പറയരുത്. ഇവിടെ ഇരുന്നോണം. ഇത് അഭിഷേകം പ്രാപിച്ചില്ല, തിരുമേശ എടുക്കല, അവനാ നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം ഗുണ്ടകളുടെ കയ്യിലായെന്ന് മിക്കതും. സ്തോത്രം. പാടില്ല. ഇത് കർക്കശ ഉപദേശമാ. അപ്പൊ ശ്രദ്ധിക്കുക, തിരുമേശ പ്രാഗൽഭ്യത്തോടെ എടുക്കണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. തിരുമേശ എടുക്കണം. അപ്പൊ പണ്ടങ്ങനെ ചോദിക്കാം, അവൻ തിരുമേശ എടുക്കുമോ? കല്യാണം ഉറപ്പിക്കണേ അങ്ങനെയൊക്കെ ചോദിക്കും. രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, സഭായത്തിന് വരുവോ, തിരുമേശ എടുക്കുവോ? പിന്നെ പഴയ അപ്പന്മാർ ഒരൊക്കെ ഒരു ചോദ്യം കൊണ്ട് ചോദിക്കും, അവൻ ദശാംശം കൊടുക്കുമോ എന്ന് ചോദിക്കും. അതും ചോദിക്കും പണ്ട്. അപ്പം ചെല്ല് പറയോ, ദശാംശമല്ല, അവൻ ഗലാത്യർ 6:6 അടിസ്ഥാനം. ഓഹരി കൊടുക്കുന്നവന് ദശാംശം പഴയ പ്രമാണമില്ലേ? ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അങ്ങനെയൊക്കെ പണ്ട്. ഇപ്പോഴൊന്നും അങ്ങനല്ല. ഇപ്പൊ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് സെറ്റപ്പ്? അവന് നല്ല സെറ്റപ്പ്. എങ്ങനെയുണ്ട് ചുറ്റുപാട്? അയ്യോ ചുറ്റും പാടാ. ഷർട്ട് ഊരി അവൻ്റെ ചുറ്റും പാടാ. കാരണം സൽസ്വഭാവം കണ്ട് നാട്ടുകാരെല്ലാം കയറി പെരുക്കിയേച്ച് ചുറ്റുപാട്. കുറുവടിക്ക് അടിച്ചതും അലവാങ്കിന് താങ്ങിയതും ഇഷ്ടേക്ക് എറിഞ്ഞതും എല്ലാം ചുറ്റും പാടാ. ഷർട്ട് ഊരരുതെന്ന് ചുറ്റുപാട്. മനസ്സിലാകുന്നുണ്ടാവല്ലോ. ഒടുവിൽ പിന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇഷ്ടപ്പെടണം. പറയാം, കുഴപ്പമില്ല, ഇവള് ചെല്ലുമ്പോ അവനങ്ങ് ശരിയായിക്കോളും. അവള് ശരിയല്ലല്ലോ, പിന്നെ എങ്ങനെ അവൻ ശരിയാകുന്നത്? കുഴയല്ലേ, മിക്കതും കിടന്ന് കുഴയല്ലേ. നീ പണവും പ്രതാപവും ഇതൊക്കെ അനുസരിച്ച് പോകുന്നതായി കിടന്ന് കുഴയുന്നത്. ദൈവസന്നിധി മുട്ടയിലിരിക്കേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ശരിക്കും മുട്ടയിലിന്ന് പ്രാർത്ഥിര്. കാശ് അല്പം കുറഞ്ഞാലും, കഴിവ് അല്പം കുറഞ്ഞാലും, എന്താ പിള്ളേരുടെ ഭാഷ പറഞ്ഞ എന്തുവാ, ഗ്ലാമർ, അവർ ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഗ്ലാമർ എന്ന് തെറ്റിയോ? ഇല്ലല്ലോ. ഗ്ലാമർ അല്പം കുറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന ഒരെണ്ണം നിന്റെ വീട്ടിൽ വന്നാൽ, ആരാധിക്കുന്ന ഒരെണ്ണം നിന്റെ വീട്ടിൽ വന്നാൽ, സ്തോത്രം ചെയ്യുന്ന ഒരെണ്ണം നിന്റെ വീട്ടിൽ വന്നാൽ, നിന്റെ ഭവനത്തിന്റെ മുഖഛായ മാറും. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രശ്നങ്ങളാണ്. അത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധമുണ്ടായി. സംബന്ധം മുറുകി. ബന്ധുക്കാരനെ കാണാൻ ചെന്ന്, ഞാൻ ഭാഗം കൺവെൻഷൻ ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സംഭവിച്ചതറിയാം. അവസാനം ബന്ധുക്കാരനും കൂടെ ബിസിനസ് നടത്തി. ബിസിനസ് വേറെ ബിസിനസ്, ഗോൾഡിന്റെ ബിസിനസ്.
ഗോൾഡിന്റെ ബിസിനസ്. ആ ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ വേണ്ടി കപ്പലുണ്ടാക്കി. കപ്പല് ആ കപ്പല് ഈ ആവശ്യമില്ലാത്ത ബിസിനസ്സും ഗോൾഡിന്റെ ബിസിനസ് തമ്പുരാൻ ആ കപ്പല് പപ്പടം പോലെ അടിച്ചങ്ങ് പൊടിച്ചു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവൻ കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീശ് കപ്പലുകളെ അടിച്ചുടച്ചു. ഇത് ഇവരുടെ ബിസിനസ്സിനുള്ള കപ്പലാ. തർശീശിലേക്ക് പോകാൻ കപ്പലുണ്ടാക്കി. ആവശ്യമില്ലാത്ത ബിസിനസ്. ഞാനീ പറയുന്നതല്ല, കൂടുതലും പെന്തിക്കോസുകാരുടെ കൂടെ കൂടിയ ചില കാര്യങ്ങൾ. ദൈവവചനത്തിന് നിരക്കാത്തൊരു ബിസിനസ്സിൽ നീ പോയി ഇടപെടരുത്. ഇടയ്ക്കുണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് സന്ദർഭം വന്നുകൊണ്ട് പറയാം, അതിന് എനിക്ക് അതിന് പറയാനൊന്നും അറിയാൻ മേല. പാസ്റ്റർമാരുടെ ഒക്കെ വരുമായിരുന്നു. 4-2 പാസ്റ്റർമാരൊക്കെ ചേരുകയും ചെയ്തു. അത് എനിക്ക് എൻ്റെ പേരൊന്നും അറിയാൻ മേല. ഞാനിവിടെ ഒരു വീട്ടിൽ ഇരിക്കുമ്പോഴാണ് അച്ചായനിപ്പം 4000 രൂപ അടയ്ക്കണം. അടയ്ക്കുമ്പോൾ ഇത്രയും സാധനം അച്ചായന് അതിന് എന്തുവാ മണി ചെയിൻ. ഉപദേശമാര് വരെ രംഗത്തിറങ്ങി. അത് പറഞ്ഞത് നന്നായി. മണി ചെയിൻ അല്ലെ, മണി ചെയിൻ. നെറ്റ്വർക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരണം. എനിക്ക് വലിയ തിട്ടവില്ല ഇതിനെ പറ്റി. സ്തോത്രം. 4000 രൂപ അച്ചാൻ അങ്ങോട്ട് അടയ്ക്കുമ്പോ ഈ സോപ്പ്, ഈ പേസ്റ്റ്, ഈ ബ്രഷ്, ചീപ്പ്, പിന്നെ സ്പ്രേ, ഇതെല്ലാം അച്ചാന്. അങ്ങനെ അച്ചാൻ ഇവിടെ നിന്ന് ഒരാളെ ചേർക്കണം. അപ്പൊ ചേർക്കുമ്പോ അവൻ പോയി വേറെ 2 പേരെ ചേർക്കും. ആ 2 പേര്, രണ്ടും ആദ്യത്തുള്ള 3 പേര് പോയി വേറെ ഒരു 6 പേരെ ചേർക്കുക. അപ്പൊ 6 3 9, പിന്നെ അങ്ങ് ചേർക്കുക. അപ്പൊ അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ അച്ചായൻ ഈ കസാര ഇരുന്നാ മതി. അച്ചായന്റെ അക്കൗണ്ടിൽ എടാ പുസ്തകം പഠിപ്പിക്കുന്ന താനിടാത്ത മൊട്ടമേ പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷി ചുമ്മാ ഇരുന്ന് കാശുണ്ടാക്കാൻ നോക്കുക. ഞങ്ങളുടെ ഒരു അച്ചായനുണ്ടായിരുന്നു, മിടുക്കനായിരുന്നു, നല്ല കൂർമ്മബുദ്ധിക്ക്. എനിക്ക് പ്രായമുള്ളവർ ഒത്തിരി കൂട്ടുണ്ട്. നമ്മുടെ പരുവം അങ്ങനെയൊക്കെ തന്നെ. അത് അങ്ങനെ അവരുടെ കൂടെ കൂടുതൽ ഇടപെടുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് ഗുണമാണ്. അവൻ പുള്ളിയുടെ ഒക്കെ ഞാനും ഇരിപ്പുണ്ട്. പുള്ളിയുടെ ഒക്കെ വന്ന് പറഞ്ഞു ഇന്നതുപോലെ. പുള്ളി പറഞ്ഞ നല്ല അഭിപ്രായമാണ്. അങ്ങനെ ചോദിച്ചു, അച്ചാൻ ഇവിടെ ഇരുന്നാൽ മതി, അച്ചാൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ. അപ്പോൾ അച്ചാൻ ചോദിച്ചു, ഇപ്പം എന്നാ ചെയ്യണം? ഇപ്പം അച്ചാൻ്റെ 4000 രൂപ തന്നെ. അടുത്ത മാസം അച്ചായൻ്റെ അക്കൗണ്ടിൽ 10000 വരും. അപ്പം അച്ഛൻ സത്യമാ. അപ്പം ഇപ്പം ഞാൻ 4000 തരുമ്പോൾ എങ്ങനെ അച്ചായൻ ഇപ്പം 4000 തരുമ്പോൾ ഈ സാധനങ്ങളെല്ലാം അച്ചായൻ അച്ചായൻ പറഞ്ഞു, രായമോ ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കാൻ. ഭാര്യ രായമോ ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കാൻ. അപ്പൊ വന്നവന് മനസ്സിലായി അച്ചായൻ ഇത് എടുക്കുക, സാധനം എടുത്ത് അകത്ത് വെപ്പിക്കല്ലേ. അപ്പൊ അച്ചായൻ ചോദിച്ചു, അപ്പൊ എനിക്ക് അടുത്ത മാസം 10000 വരുമോ? പിന്നെ ഉറപ്പാ. ഞാൻ രാവിലെ ഒരു 12 പേരെ ചേർത്തേച്ചാ വരുന്നത്. അപ്പൊ 11, 12, 12, 24, 13, 30, 14, 48, 19,000-ഓളം രൂപ അവന്റെ കയ്യിൽ. പിന്നെ അച്ചായന്റെ ഡയലോഗ്, അച്ചാൻ നല്ല അച്ചായനാണ്. അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ബ്രദർ ഒരു കാര്യം ചെയ്യേ, 10000 എനിക്ക് അടുത്ത മാസം വരുമോ? വരും, ഉറപ്പായിട്ട് വരും. ഒരു കാര്യം ചെയ്യേ, എൻ്റെ കയ്യിൽ ഇപ്പം കാശില്ല, ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് 4000 എടുത്ത് കൊടുത്തേച്ച് അടുത്ത മാസം 10000 വരുമ്പം ആ 4000 എടുത്തേച്ച് 6 ഇട്ടാൽ മതി. അങ്ങനുണ്ട്. ഇടുകയെന്ന് പറയാൻ പറ്റുമോ? കിട്ടുകയെന്ന് പറയാൻ പറ്റും. വെട്ടിനകത്തായി. ആവശ്യമില്ലാത്ത ബിസിനസ്, മണി ചെയിന് ഒന്നും പാടില്ല ദൈവമക്കൾക്ക്. സ്തോത്രം. നിന്നെ നടത്തുന്നത് ദൈവമാ. സൂത്രവിദ്യ ഒന്നും ഇതിനകത്ത് എടുക്കരുത്. ഇതിനകത്ത് സൂത്രം ഒന്നും പാടില്ല. നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാണെന്ന്. എത്ര എണ്ണമായി ഇതിനകത്ത് കിടന്ന് പെട്ടുകിടക്കുന്നത്. എനിക്കറിയാം ചില പാസ്റ്റർമാര് എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ എനിക്ക് ഇപ്പം അതിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല, എനിക്ക് ആവശ്യമുള്ളതെല്ലാം പുള്ളി തരുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും കുറയാന്ന് ഞാൻ അന്ന് വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരും, നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരും, വിണ്മയ വീട്ടിൽ നിത്യ
നിത്യത മുഴുവൻ ഞാൻ വാഴും വെണ്മയ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും അനുഗമിച്ചിടും ഞാൻ പരനേ പരനേ കുരിശിൽ മരിച്ചുയർത്ത നാഥനേ ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ ഇന്നും മാറ്റമില്ലാത്ത വല്ലഭനേ വന്നിത പാദ സേവയത അഭിലാഷം വന്നിത പാദ സേവയത അഭിലാഷം നിന്നിതനായി തീരുവതാനഭിമാനം നിന്നിതനായി തീരുവതാനഭിമാനം അനുഗമിച്ചിടും ഞാൻ പരനേ പരനേ കുരിശിൽ മരിച്ചുയർത്ത നാഥനേ ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ ഈ മരുഭൂമിയിൽ നമ്മെ പുലർത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആവശ്യമില്ലാത്ത ബിസിനസ് ബന്ധുക്കാരന്റെ ബിസിനസ് നടത്തി തർശീശയിലേക്ക് അവിടെ കപ്പലുണ്ടാക്കി ഗോൾഡിന്റെ ഗോൾഡിന്റെ ബിസിനസ് തമ്പുരാൻ കപ്പലെല്ലാം കൂടെ അടിച്ച് പൊടിച്ച് പാപ്പടം പോലെ പൊടിച്ച് കിഴക്കൻ കാറ്റടിപ്പിച്ചു. ആവശ്യമില്ലാത്ത ബിസിനസ്. ഈ കാശും പ്രതാപം നോക്കി കെട്ടിച്ചു. അവസാനം എല്ലാ വാക്യവും ഒടുപ്പിക്കുന്നില്ല. വേദപുസ്തകം പഠിക്കുന്ന കർത്തദാസന്മാർക്കറിയാം അവസാനം പറ്റി ആർക്കും വരാതിരിക്കട്ടെ. പക്ഷെ ഭയത്തോടെ ഞാൻ പറയുക, അവസാനം സംഭവിച്ചത് ചെറുക്കന് കൊടലി ക്യാൻസർ ഉണ്ടായെന്ന. യഹോശാബാത്തിന്റെ മകൻ യഹോരാമിന് വേദപഠിതാക്കൾ ആ ഭാഗമെല്ലാം കൂടെ പഠിച്ചേച്ച് പറയുന്ന കൊടലിൽ ക്യാൻസർ വന്ന് ഉദരം പൊട്ടി കൊടൽ വെളിയിൽ ചാടി. അപ്പനൊരു കെട്ടീര് കെട്ടിച്ചതാ മോൻ്റെ ആപ്പീസ് കൂട്ടി. ഞാനിത് ഭയത്തോടാ പറയുന്നത്, ഇത് പേടിച്ചാ പ്രശംസ. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള സകല പെന്തിക്കോസുകാരോട് ഞാൻ പറയുക, കാശ് അല്പം കുറഞ്ഞാലും പൊസിഷൻ കുറഞ്ഞാലും അരിസ്റ്റോക്രാറ്റ് ഫാമിലി അല്ലെങ്കിലും വലിയ ബിസിനസ്സും ഒന്നും ഇല്ലെങ്കിലും ദൈവകൃപയുണ്ടെങ്കിൽ അതാ നല്ലത്. ഇത് ഞാൻ ഭയത്തോടാ പറയുന്നത്. ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും അപാകത വന്നെങ്കിൽ ഇന്ന് രാത്രി ഏറ്റു പറ, എൻ്റെ കർത്താവെ ഇന്ന് രാത്രി സമർപ്പിക്കുക, ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരികയാ. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ബിസിനസ്സുകൾ, ഇടപാടുകൾ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കരുത്. അങ്ങക്ക് ഹിതമില്ലാത്ത ഒന്നിൽ ഇടപെടുവാൻ എന്നെ അനുവദിക്കരുത്. പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം എത്ര ശ്രേഷ്ഠമാണ്. ഇഹലോകത്തിലേക്ക് ഒന്നും നാം കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. അടുത്ത വാക്യം നിങ്ങൾ പറയണം. സ്തോത്രം. ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ലേ? ഇഹലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും. ഇനി സഹോദരിമാർ ഉറക്കെ പറ. ആരാന്ന് കാണുന്നുമില്ല. മതിയെന്ന് അതാരാ പറഞ്ഞേ? മതിയോ? കണ്ണാടി അത് മതി. നമ്മളെ ഈ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ പഴയ പാട്ടേ പാടുകയുള്ളൂ കൂടുതലും. പുതിയ പാട്ട് എല്ലാം മോശമാണെന്ന് ഞാൻ പറയത്തില്ല, ചില പാട്ടുകൾ നല്ലതുമുണ്ട്. ഈ സംഗീതത്തെപ്പറ്റി അറിവുള്ളവരൊക്കെ പറയുന്നതും എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഈ ക്രിസ്തീയ ഗാനമാണെങ്കിലും മറ്റിതര ഗാനമാണെങ്കിലും ഈ പാട്ട് അത് ആസ്വാദ്യകരമാകണമെങ്കിൽ അതിനകത്ത് എന്തുവാ സംഗീതവും സാഹിത്യവും കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ ആസ്വാദ്യമാണ്. സംഗീതവും സാഹിത്യം അല്ലേ പിന്നെ നമ്മൾ പറയാം എന്നാ പറഞ്ഞൊക്കെ പാടേണ്ടി വരും.
സംഗീതോ സാഹിത്യോ, അത് കുറച്ചുകൂടെ മറ്റത് ചീത്തയാന്ന് ഞാൻ പറയത്തില്ല, ആസ്വാദ്യം. അപ്പൊ പഴയ പാട്ടുകള് അങ്ങനെ സംഗീതവും സാഹിത്യവും കൂടെ ചേർന്നതായതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഒരു 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 മനോഗുണം ഉണ്ടാകും. അപ്പൊ ആ വാക്യത്തോട് ബന്ധപ്പെട്ടൊരു പഴയ പാട്ടുണ്ട്, അത് പറയാനാണ്. ആ പാട്ടിന്റെ വരി ഇങ്ങനെ: ഒന്നും നമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും, ഒന്നും